ഇത് യൂണിവേഴ്സിറ്റി പേയ്മെൻറ്റ് നടത്തിയതാ? സർ യെസ്. മാം പറഞ്ഞ പോലെ ഞാൻ ഓൺലൈനിൽ MBAക്ക് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിക്കുക, മണിപ്പാൽ, അമിറ്റി, അമൃത. ഇതിപ്പോൾ എന്നെ ഏതാ ചൂസ് ചെയ്യേണ്ട, ഒരു ഒപ്പീനിയൻ പറയാമോ? ഞാൻ മണിപ്പാല ജോയിൻ ചെയ്തേക്കുന്നു. അപ്പം നീ ധൈര്യമായിട്ട് അതേ ചെയ്തു. ആണല്ലേ, അത് ചെയ്യാമല്ലേ? അത് അങ്ങനല്ല. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോകുന്നു എന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ നിങ്ങളും പോലല്ല എൻ്റെ ശരിയായ രീതി. നിനക്ക് പറ്റിയപ്പോൾ നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, നിനക്ക് എത്ര ഫീസ് താങ്ങാൻ പറ്റും, EMI ആവശ്യമുണ്ടോ, MBA ആണോ വേണ്ടത്, MBAയിൽ ഏത് സ്പെഷ്യലൈസേഷനാണ് വേണ്ടത്, എത്ര ഫീസ് വേണം, നിൻ്റെ ജോബ് പ്രൊഫൈൽ, ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം നോക്കിയിട്ട് വേണ്ട ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ. ആരോ ഒരു കോഴ്സ് എടുക്കുന്നു വിചാരിച്ചാൽ അത് നമ്മൾ എടുക്കുന്നതാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എടുത്ത തീരുമാനം തെറ്റാണ്. അപ്പോൾ അതിന് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. എഡ്യൂഫോളിയോയുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ശരിക്കും സജഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, എത്ര ഫീസ് താങ്ങാൻ പറ്റും, നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ആപ്റ്റായിട്ട് യൂണിവേഴ്സിറ്റി എന്നുള്ളത് സജഷൻ തരും. അത് സജഷൻ തരാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇനിയും കുറേ ഡൗട്ട് ഉണ്ടാവും, ഇതിന് അംഗീകാരമുണ്ടോ, സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നമുണ്ടാവും. അതിന് കൃത്യമായിട്ട് എഡ്യൂഫോളിയോയിൽ നിന്ന് കരിയർ ഗൈഡ് നിങ്ങൾ ആവശ്യമെങ്കിൽ നിങ്ങളെ വിളിച്ച് എക്സ്പ്ലനേഷൻ തരും. ഏതായാലും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടേ കരിയർ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു എക്സ്പേർട്ട് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം. ഇപ്പം എന്തായാലും വന്ന കാര്യമായില്ലേ? സാർ എനിക്ക് ലിങ്ക് ഒന്ന് അയച്ചേക്കാമോ? ഓക്കെ, edufolio.org ആണ്. ഞാൻ ലിങ്ക് അയച്ചാൽ വാട്സപ്പ് ചെയ്തേക്കാം. അതിനകത്ത് കയറിയിട്ട് ഒരു 5 മിനിറ്റ്സ് ആവശ്യമുള്ളൂ. തീരുമാനമാവും, ജീവിതം തന്നെ തീരുമാനമാവുന്നുള്ളതാണ്. ഓക്കെ, ശരി, താങ്ക് യു. പറഞ്ഞില്ലല്ലോ ഞാൻ ചെറിയ ശരി സർ, ശരി. ഓക്കെ, താങ്ക് യു.